ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. റൈഡിങ് ഇൻ ദ സിറ്റി എന്നൊരു പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പ്രോഗ്രാമിൻ്റെ എപ്പിസോഡിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പോകുന്നത് പനമ്പിളിയറിലേക്കാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പനമ്പിളിയറിലൂടെ നമ്മൾ ആ ഒരു സിറ്റിയിലൂടെ നമ്മൾ റൈഡ് ചെയ്ത് മറ്റു കാഴ്ചകളെല്ലാം നമ്മൾ കാണുന്നു. അപ്പോൾ നമ്മൾ പനമ്പിളിയറിലൂടെ ഇങ്ങനെ റൈഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പനമ്പിളിയറിൻ്റെ മെയിൻ ഏരിയയാണ് ഈ കാണുന്നത്. ഇതിനെ ശരിക്കും മെയിൻ അവന്യൂ ഏരിയ എന്നാണ് ഈ ഒരു ഏരിയനെ ശരിക്കും പറയുന്നത്. പനമ്പിളിയുടെ മെയിൻ ഏരിയ ആയതുകൊണ്ട് തന്നെയാണ് ആ ഒരു പേരിന് പറയുന്നത്. പിന്നെ ശരിക്കും ഇതൊരു മോസ്റ്റ് എക്സ്പെൻസീവ് ഹൗസിങ് കോളനിയാണ് ശരിക്കും കേരളത്തിൽ തന്നെ. ഇവിടുത്തെ ലാൻഡിൻ്റെ റേറ്റ് ആണെങ്കിലും എല്ലാം ടോട്ടലി എക്സ്പെൻസീവാണ് ഈ ഒരു ഏരിയ ശരിക്കും. അതുപോലെ തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ശരിക്കും ഇത് ഈ ഒരു ഏരിയ. പിന്നെ അതുപോലെ സൈഡിലെല്ലാം മരങ്ങളൊക്കെ പിടിപ്പിച്ച് ഒരു എക്കോ ഫ്രണ്ട്ലി ആണ് ശരിക്കും. ഇതൊക്കെ തന്നെയാണ് പനമ്പിളിയെ ശരിക്കും ആ ഒരു ജനങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം. അപ്പോൾ നമുക്ക് റൈഡ് ചെയ്തിട്ട് തന്നെ ആ ഒരു പനമ്പിളിയർ എന്തുകൊണ്ടുണ്ടെന്ന് കാണാം. നമ്മളിപ്പോൾ ചെയ്യുന്നത് ശരിക്കും പനമ്പിളിയർ ഈ ഒരു സിറ്റിയിലൂടെ നമ്മൾ റൈഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ പോകുന്നത് വാക്ക്വേൻ്റെ ആ ഒരു റൂട്ടാണ്. ഇവിടെ ഒരു അടിപൊളി വാക്ക്വേ ഉണ്ട് ശരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു വാക്ക്വേൻ്റെ റൂട്ടാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ വാക്ക്വേയിലേക്ക് തിരിയാനായിട്ട് ഇവിടുന്ന് ലെഫ്റ്റാണ് തിരിയേണ്ടത്. ഇവിടെ മുതലൊരു 300 മീറ്റർ ശരിക്കും റൈറ്റ് സൈഡിലാണ് വാക്ക്വേ. അത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ കാണാം. റൈറ്റ് സൈഡിൽ കൂടി ഒരുപാട് ആൾക്കാരൊക്കെ നടന്നു പോകുന്നത് നമുക്ക് കാണാം ഈ ഒരു വീഡിയോയിൽ. ശരിക്കും ഇത് ഒരുപാട് ബിസിനസ് അപ്പാർട്ട്മെൻറ്റ്സും ബിസിനസ് ഹൗസസും വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരുപാട് അപ്പാർട്ട്മെൻറ്റ്സും ഫ്ലാറ്റ്സും എല്ലാം ഇവിടെ ഉണ്ട് ശരിക്കും. ഇവിടെ മുതലാണ് ശരിക്കും വാക്ക്വേ ലെഫ്റ്റ് സൈഡിൽ വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ മുതലാണ് ശരിക്കും മെയിൻ വാക്ക്വേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരുപാട് പേരാണ് ഇവിടെ ഡെയിലി വാക്കിങ്ങിനും ജോഗിനും റണ്ണിങ്ങിനും വേണ്ടി വരുന്നത്. അതുപോലെ വെറുതെ വന്നിരിക്കാൻ തന്നെ ഈ ഒരു വാക്ക്വേ അടിപൊളിയാണ്. കാരണം അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ ഒരു പീസ്ഫുൾ ഏരിയയാണ് ശരിക്കും ഈ ഒരു കൊച്ചിയിൽ തന്നെ. ഇപ്പോൾ മറ്റ് പല വാക്ക്വേകളും കൊച്ചിയിലുണ്ടെങ്കിൽ ഈ ഒരു പനമ്പിളിയർ വാക്ക്വേക്ക് ഒരു പ്രത്യേകതയുണ്ട്. കുറച്ചും കൂടി എക്കോ ഫ്രണ്ട്ലിയാണ് ഈ ഒരു വാക്ക്വേ. പിന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. പിന്നെ ഇത് ഒരു മെയിൻ റോഡാണെങ്കിലും ശരിക്കും മെയിൻ ഹൈവേന്ന് കുറച്ചും കൂടി മാറിയാണ് ഈ ഒരു പനമ്പിളിയർ വാക്ക്വേ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ട്രാഫിക്കിൻ്റെ ആ ഒരു ഒച്ചപ്പാടും ബഹളങ്ങളൊന്നും ഇവിടെ ഇല്ല. വളരെ സൈലൻ്റാണ് ഈ ഒരു വാക്ക്വേ. ഈ ഒരു അത്രയും ട്രാഫിക് റേറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ പൊല്യൂഷൻ പിന്നെ മറ്റ് പൊടികൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല. വളരെ സൈലൻ്റ് ആണ് ഈ ഒരു വാക്ക്വേ. പിന്നെ അതുപോലെ തന്നെ ക്ലീനാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാക്ക്വേ ശരിക്കും ഒരു എക്കോ ഫ്രണ്ട്ലി ആണ് നമുക്കെല്ലാവരെയും. ഓക്കെ, ഈ ജംഗ്ഷനിൽ നിന്ന് നമുക്കിനി ലെഫ്റ്റാണ് പോകേണ്ടത്. നമ്മൾ ശരിക്കും ചെയ്യുന്നത് ആ ഒരു നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു പനമ്പിളിയറിൻ്റെ ഇന്നർ ഏരിയാസിലൊക്കെ കൂടി നമുക്ക് ഇറങ്ങി നമുക്ക് ആ ഒരു മെയിൻ ഏരിയയിലേക്ക് തന്നെ വരാം. മെയിൻ അവന്യൂയിലേക്ക് തന്നെ നമുക്ക് പോകാം. ഈ ഒരു ഓവർ ബ്രിഡ്ജ് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു മെയിൻ വാക്ക്വേയിലേക്ക് തന്നെ എത്തി. നേരത്തെ വന്ന അതേ സ്ഥലത്ത് തന്നെ എത്തി. ഇനി നമ്മളിവിടെ നിന്ന് പോകുന്നത് മെയിൻ ഹൈവേയിലേക്കാണ്. പനമ്പിളിയറിൻ്റെ മെയിൻ ഹൈവേയിലേക്കാണ്, മെയിൻ അവന്യൂയിലേക്കാണ് നമ്മൾ പോകുന്നത്. മെയിൻ അവന്യൂയിലേക്ക് തന്നെ നമ്മൾ വീണ്ടും എത്തി. അപ്പോൾ നമ്മൾക്ക് ഇനി അടുത്തത് ഈ ഒരു ഏരിയയൊക്കെ ഒന്ന് റൗണ്ട് അടിച്ച് കാണാൻ എന്തോരുണ്ട്. പനമ്പിളിയറിൻ്റെ ആ ഒരു മെയിൻ അവന്യൂ എന്തോരം ഉണ്ടെന്ന് നമുക്കൊന്നുകൂടി കാണാം. ഇപ്പോൾ ടൈം ശരിക്കും ഒരു 5:30 ആയിട്ടുണ്ട്.
ഈ ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടി ക്രൗഡാവും. ശരിക്കും ഇങ്ങനെ റൈഡ് ചെയ്ത് പോകുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് ശരിക്കും. അത് നമുക്ക് റൈഡ് ചെയ്യുമ്പോഴേ മനസ്സിലാവുള്ളൂ. നമുക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യമല്ല, നമ്മളത് സ്ഥിരം ഇങ്ങനെ റൈഡ് ചെയ്യണം ശരിക്കും. ഇപ്പോൾ വേറെ പണിയൊന്നും ഇല്ലെങ്കിലും ശരിക്കും വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങണം നമ്മൾ. അങ്ങനെ റൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും ഒരുപാട് പോസിറ്റീവ് എനർജീസ് കിട്ടും, ഒരുപാട് പോസിറ്റീവ് ഐഡിയാസ് കിട്ടും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടും. ശരിക്കും നമ്മളങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ ശരിക്കും നമ്മൾ നെഗറ്റീവായി പോകും. നമ്മളിങ്ങനെ റൈഡ് ചെയ്യുമ്പോഴാണ് നമുക്കിങ്ങനെ പോസിറ്റീവ് എനർജീസൊക്കെ ഒരുപാട് കിട്ടി ശരിക്കും ഒരു അടിപൊളിയാവും. അന്നത്തെ ഡേ തന്നെ ശരിക്കും അടിപൊളിയാവും എനിക്കിങ്ങനെ റൈഡ് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഈ ഒരു എപ്പിസോഡ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ശരിക്കും റൈഡിങ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ വിചാരിക്കും വേറെ ഒന്നും കാണിക്കുന്നില്ലോ എന്നും, പക്ഷേ ഇതൊരു റൈഡിങ് ഇൻ ദി സിറ്റി എന്നൊരു പ്രോഗ്രാമിൻ്റെ എപ്പിസോഡാണ് ഈ കാണിക്കുന്നത്. നമ്മൾ റൈഡ് ചെയ്ത് സിറ്റിയിലെ കാഴ്ചകളൊക്കെ കാണുന്നു. അതാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ തന്നെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ തിരിച്ച് പോവുകയാണ്. അപ്പോൾ ആ ഒരു മെയിൻ അവന്യൂ കൂടി നമ്മൾ റൈഡ് ചെയ്ത് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ മനോരമ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് റൈറ്റാണ് പോകേണ്ടത്. ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ പറയാനുള്ളത്. ട്രാവൽ ലേഷൻസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിട്ടിയ പ്ലേസസ് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.